നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ടെൻഷൻ ഉണ്ടോടി? ഈ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ കമൻസ് ഇടുന്നത് ടെൻഷനുണ്ട് സാറേ, ഞങ്ങൾക്ക് ടെൻഷനാണ്. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് തന്നെ ടെൻഷനാണ്, തിയറി എന്ന് പറയുന്നത് അതിനേക്കാട്ട് ടെൻഷനാണ്. ലോകം ഉള്ളിടത്തോളം കാലം ഈ വാക്ക് നിൽക്കും. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കാണും. ഇനി നിങ്ങളിത് കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സ് ചെയ്താൽ അവിടെയും ടെൻഷൻ, ജോലി കയറി അവിടെയും ടെൻഷൻ, കല്യാണം കഴിച്ചാൽ അവിടെയും ടെൻഷൻ, ഇതൊന്നും ഇല്ലെങ്കിലും ടെൻഷൻ, എന്തായാലും ടെൻഷനുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽസിന് ടെൻഷൻ കുറയ്ക്കാനുള്ള കുറച്ച് നല്ല കുറുക്ക് വഴികൾ കറക്റ്റ് വഴികൾ പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്ത് കാണുക. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം ഷെയർ ചെയ്തേക്കുക. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലേ, ഇത് പറയാതെ പോലും പറ്റത്തില്ല, ടെൻഷനുണ്ട്. ഒന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, പ്രാക്ടിക്കൽസിന് എത്ര മാർക്കാ? മാക്സിമം 40 മാർക്കാ. ഏത് ലാബായാലും പ്രാക്ടിക്കലിന് മാക്സിമം 40 മാർക്കാണ്. ഈ 40 മാർക്ക് മേടിക്കാൻ എളുപ്പമാണ്. തിയറി നിങ്ങൾ ആലോചിക്കുക, 60-ൽ എന്ത് കഷ്ടപ്പെട്ട് വേണം 60 കിട്ടാൻ. എന്നാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുന്നതാണ് ഏത് പ്രാക്ടിക്കൽസും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമുണ്ട്. ആവറേജ് താഴെയുള്ളവരാണെങ്കിൽ പോലും അത്യാവശ്യമൊക്കെ കുഴപ്പമില്ല പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും പ്രാക്ടിക്കൽസ്. വളരെ കുറച്ച് പേർക്ക് പ്രാക്ടിക്കൽസിന് മാർക്ക് 1, 2, 3 അല്ല 5 മാർക്ക് കുറയുന്ന വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ഇത് മാജിക്കാന്നല്ല, ഇതിൻ്റെ ഒരു രീതി ഇതാണ്. പ്രാക്ടിക്കൽസിന് മാർക്ക് കിട്ടും. 2, പ്രാക്ടിക്കൽസിന് തോക്കത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു, പരീക്ഷയ്ക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആബ്സെൻ്റ് ആയി തോറ്റു. മിനിമം മാർക്ക് എന്ന് എൻ്റെ വിശ്വാസം 40-ൽ 12 ആണ്. ജയിക്കാൻ 12 മാർക്കാണ്. ഈ 12 മാർക്ക് നിങ്ങൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ തോപ്പിക്കാതിരിക്കാൻ 99.9, 100 ഞാൻ പറയത്തില്ല, 99.9% പേരും തോപ്പിക്കാതിരിക്കാനാണ് നോക്കുന്നത്. തിയറിക്ക് തോക്കും, അത് ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷെ പ്രാക്ടിക്കലിന് തോക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. അന്നേരം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങൾ പ്രാക്ടിക്കലിന് തോക്കത്തില്ല. 3, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ അത്യാവശ്യം പ്രാക്ടിക്കലൊക്കെ മിക്കവാറുള്ളവർക്കൊക്കെ ചെയ്യാനൊക്കെ അറിയാം. കുറേ വട്ടമൊക്കെ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ വീഡിയോസ്, ഇപ്പം നമ്മുടെ തന്നെ വീഡിയോസ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വീഡിയോസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കണ്ടുപിടിക്കുക. എന്തായാലും ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രാക്ടിക്കൽസിന് പരീക്ഷ നടക്കും. അന്നേരം ഒന്നും പഠിക്കാതെ പോകുന്നവരാണ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വിറച്ചൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുമ്പോൾ തിരിച്ചു വെച്ചേക്കുന്ന ക്വസ്റ്റ്യനൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ടെൻഷനൊക്കെ വരും. ചിലരൊക്കെ തലയിറങ്ങി താഴെ വീഴും. അതൊന്നും വേണ്ട. നമ്മൾ അത്യാവശ്യം നോക്കുക, കാൽക്കുലേഷൻ ഗ്രാഫ് ഒക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കുക. വളരെ കുറച്ചേ ഉള്ളൂ. പണ്ടെന്നല്ല, 2018, 19 റേഞ്ചിലൊക്കെ 10, 20 എക്സ്പീരിയൻ്റ് ഒക്കെ 22 എക്സ്പീരിയൻ്റ് ഒക്കെ സ്കൂളുണ്ടായിരുന്നു. 20 എക്സ്പീരിയൻ്റ് മിനിമം ഉണ്ടായിരുന്നു. ഇപ്പോൾ 8, 10 ഒക്കെ ഉള്ള എക്സ്പീരിയൻ്റ് മാക്സിമം. ആലോചിക്കുക, പകുതിയായി കുറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫോക്കസ് ചെയ്താൽ പോരെ, മതി. അതുകൊണ്ട് നിങ്ങൾ ഗ്രാഫ് ആയാലും നമ്മുടെ അതിനകത്തൊക്കെ ഗ്രാഫെല്ലാം സ്പെസിഫൈ ചെയ്ത് കാൽക്കുലേഷൻ ഓരോന്നും കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചിട്ടുണ്ട് വീഡിയോസിനകത്ത്. അതൊക്കെ കണ്ടുപഠിക്കുക. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. നമുക്ക് നമ്മുടെ +2 ജീവിതം എല്ലാ രീതിയിലും അടിച്ചു പൊളിക്കണം. നിങ്ങൾ അടിച്ച് തകർക്കണം. പക്ഷേ അതിനോടൊപ്പം നമ്മൾ മാർക്ക് കൂടെ മേടിക്കണം. കാരണം അറിയോ, മാർക്ക് കിട്ടിയാൽ അടുത്ത ഫ്യൂച്ചറിലൊരു കോഴ്സ് ആരുടെയും കാല് പിടിക്കാതെ വലിയ പൈസ കൊടുക്കാതെ നമുക്ക് ഏത് കോഴ്സും നമുക്ക് പോയി ചേരാം. അതിനനുസരിച്ചുള്ളതിനായിരിക്കും ജോലി നമുക്ക് കിട്ടുന്നത്. അന്നേരം ഇതൊക്കെ ഉള്ളൂ. പ്രാക്ടിക്കൽസിന് ഒരു ടെൻഷൻ വേണ്ട. തോക്കത്തില്ല എന്ന് പറയുന്നു, ആബ്സെൻ്റ് ആയില്ലെങ്കിൽ തോക്കത്തില്ല. പലരും ടെൻഷൻ അടിച്ച് വീട്ടിൽ ഇരിക്കും, അടുത്ത വട്ടം എഴുതാം, പാടില്ല. അത് നമ്പർ 1 മിസ്റ്റേക്കാണ്. അന്നേരം ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രാക്ടിക്കൽസിന് ഒരു ടെൻഷനും വേണ്ട. ഇതുപോലെ തിയറിക്കും ടെൻഷനില്ല പഠിക്കാൻ നമുക്കൊരു ടൈം ടേബിൾ വരെ റെഡിയാക്കാം ഈസി ആയിട്ട്. അന്നേരം ടെൻഷനൊക്കെ മാറ്റി വെച്ച് പഠിക്കുക. ഇപ്പോഴും ടെൻഷനുണ്ടോ? അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടിപ്സും ട്രിക്സുമായിട്ടൊക്കെ കാണുന്നവരെ, നെവർ എവർ ഗിവ് അപ്പ്. കമൻസ് ഇട്ടേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്തേക്കുക മാക്സിമം. നെവർ എവർ ഗിവ് അപ്പ്.